എനിക്ക് കോൺഗ്രസിലെ ഒരു നേതാവ് അയച്ചു തന്നതാണ്. കുറച്ച് സമയത്തേക്കെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നിർവഹിച്ച രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരുപാട് പേർ അതിശക്തമായി പിന്തുണ അറിയിച്ചതിനെ വിളിക്കുകയുണ്ടായി. ഒരുപാട് പേര് രാഹുലിനെ ആരും അവിശ്വസിക്കുന്നില്ല. ഒരുപാട് പേര് ഇതേപോലെ വിളിക്കുകയും പിന്തുണ അറിയിക്കുകയൊക്കെ ചെയ്തു. ഇതിൽ ഒറ്റയൊരു കാര്യമേ ഉള്ളൂ. ഇത് ഞാൻ യാത്രയിലാണ്, തിരിച്ച് ഫിൻലാൻഡിലെ വിസ എടുക്കാൻ പോയതിനു ശേഷം ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരികയാണ്. വഴിയിൽ കാറും ഒന്ന് കേടായി, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പെട്ടെന്ന് ഇന്നത്തെ വിഷയത്തിലെ ഒരു വീഡിയോയും കൂടി. ഇന്നലെ ഈ ഫെമിനിസ്റ്റായ മാളവിക ബെന്നി രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്. കാര്യം എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന നെറേറ്റീവിനെ പൊളിച്ചു കളയുന്നതിനെ അവർക്ക് ദേഷ്യമാണല്ലോ. സ്ത്രീവിരുദ്ധം തന്നെയാണ്. താങ്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്ത്രീവിരുദ്ധം തന്നെയാണ്. കേരളത്തിലെ പുരുഷന്മാർ ഒരു തെളിവ് ചോദിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീവിരുദ്ധം? എല്ലാ സ്ത്രീകളെയും സംശയമുനയിൽ നിർത്തുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെ ഈ അലിഗേഷൻ പറയുന്നത് അബ്സല്യൂട്ട്. അങ്ങനെ ആര് പറയുന്നു? മാഡത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാധവ് സുരേഷ് ഫേമസ് ആക്കിയ ആ ഡയലോഗാണ്. പുള്ളിയെ പലരും അതിനെ ട്രോൾ ചെയ്യുകയാണ്. പക്ഷേ അതിനെ പോസിറ്റീവായി പറയുകയാണെങ്കിൽ, ആണുങ്ങൾ ഞങ്ങൾ അനാഥരാണ്, മണ്ടന്മാരല്ല. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞോട്ടോ, എനിക്ക് മാധവ് സുരേഷ് ഇഷ്ടമാണ്. അതായത് ആണുങ്ങൾ ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾ ലീഗലി അനാഥരാണ്, ഞങ്ങൾക്ക് ആ രീതിയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഒട്ടുമില്ല. പക്ഷെ ഞങ്ങൾ മണ്ടന്മാരല്ല. ചുമ്മാ ആവശ്യമില്ലാതെ സ്ട്രോമാൻ ആർഗ്യുമെന്റ് പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് എനിക്കെതിരെ കേസ് എടുക്കണം നോക്കാം. ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. അതായത് വിമൻസ് കമ്മീഷൻ ഇതിനെതിരെ എനിക്കെതിരെ കേസ് എടുക്കണോ? നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരും തീവ്ര ഫെമിനിസ്റ്റുകളും ഫെമിനാസികളും ഉണ്ടല്ലോ, എനിക്കെതിരെ എങ്ങനെ കേസ് എടുക്കട്ടെ, എനിക്കെതിരെ പരാതി വരട്ടെ, ഞാൻ നോക്കിയോളാം. ഇതേപോലത്തുള്ള കള്ള ഫെമിനാസികൾ, അതായത് വേറെ അർത്ഥത്തിലല്ല കേട്ടോ, ഫെമിനാസികൾ തീവ്ര ഫെമിനിസ്റ്റുകൾ എന്ന അർത്ഥത്തിൽ, ആ രീതിയിൽ വ്യാജമായ ഫെമിനാസികൾ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെ ബഹുമാനമാണ്, നിലപാട് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തീവ്ര ഫെമിനാസി നിലപാട് പറയുന്ന ആൾക്കാരുണ്ട്. മാളവിക മാഡം ഇതിൽ ഏത് പെടുന്ന ആളാണെന്ന് അവർ തന്നെ വ്യക്തമാക്കട്ടെ. ഫെമിനാസി ആണോ അതോ ഫെമിനിസ്റ്റ് ആണോ എന്ന് വ്യക്തമാക്കട്ടെ. പക്ഷെ ഈ രീതിയിൽ വ്യാജമായ ധാരാളം ആരോപണങ്ങളും മറ്റും പറഞ്ഞ് ആണുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ തമ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആണുങ്ങൾ ഞങ്ങൾ അനാഥരാണ്, പക്ഷേ മണ്ടന്മാരല്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ളത്. ഇത് ചെറിയൊരു വിജയമല്ല, വലിയൊരു വിജയമാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ആ വലിയ വിജയം എന്താണെന്ന് അറിയാമോ? 99% മാധ്യമങ്ങളും മറുവശത്ത് നിന്ന് വെട്ടിവെച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസിനുള്ളിലെ 90% നേതാക്കളും ഒരു ഭാഗത്ത് നിന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. 99% ബാക്കി പാർട്ടികളിൽ നിന്ന് വെടിവെക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തത് സാമൂഹിക മാധ്യമങ്ങളാണ്. ഒന്നാമത് സാമൂഹിക മാധ്യമങ്ങളും ഷാഫിയും തീർത്ത പ്രതിരോധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം പോകുമെന്ന് വിചാരിച്ചു. അത് തടയാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ വിജയമാണ്. ഇത് സമനില മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് 6 മാസം സസ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതുപോലും വലിയൊരു വിജയമാകുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പോരാട്ടം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയറിനെ തീർത്ത് കളയുന്ന ഒരു നീക്കമാണ് പലരും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതിനപ്പുറം ആ പോരാടി ഒരു ബാലൻസിൽ അത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ, അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്, ഷാഫിക്ക്, അവരോടൊപ്പം നിന്ന് പൊരുതിയ പൊതുജനങ്ങൾക്ക് വലിയൊരു പ്രണാമം അർപ്പിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ലെന്ന് പറഞ്ഞാൽ ഈ മാധ്യമരംഗത്തൊക്കെ നിൽക്കുന്നത് എനിക്കറിയാം അതിന്റെ പ്രാധാന്യം. ഏത് രീതിയിലും ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന നിലപാടെടുത്തിരുന്ന കോൺഗ്രസിൽ നിന്ന് ഈ നിലപാടെടുത്തത് നിങ്ങളുടെയും എന്റെയും കൂടി വിജയമാണ്. പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. 20 കേസ് കിട്ടി, പരാതി ലഭിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ വ്യാജ പരാതി എന്നെങ്കിലും പറയാം. പരാതി പോലും ഇല്ലാത്ത കേസിനാണ് പുറത്താക്കാൻ ശ്രമിച്ചത്. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. കിട്ടില്ല സ്റ്റാൻഡാണ്. അത് വലിയൊരു സ്റ്റാൻഡാണ്. ആലോചിച്ച് നോക്കണം. മത്സരിച്ച്
കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മത്സരിച്ച് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. കോൺഗ്രസിനുള്ളിൽ പറഞ്ഞില്ല, CPM-നെ ആക്കി അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു പ്രസിഡന്റ് കേരള രാഷ്ട്രീയത്തിലില്ല. കേസുകൾ ഉണ്ടായിട്ട് ഗുരുതരമായ കേസുകൾ, ആ കേസുകളിൽ FIR-ഉം ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നല്ല മാന്യതയിലും മര്യാദയിലും അദ്ദേഹം അത് പറഞ്ഞു. ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരു മാന്യതയിലും മര്യാദയിലും പറഞ്ഞു. ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വെൽ ബാലൻസ്ഡ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, സമചിത്തതയോടെ ആലോചിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് തന്നെ വലിയൊരു വിജയമാണ്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോകുന്നത്, കരുണാകരൻ സാറിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോകുന്നത്. ഉമ്മൻചാണ്ടി സാറും കരുണാകരൻ സാറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിന്റെ പേരിലൊക്കെ അടികൂടും. പക്ഷേ കൂടെ നിൽക്കുന്ന ഒരുത്തിനെതിരെ ഒരുപക്ഷെ അന്യായം വന്നാൽ പോലും ഒരു ഡിഫെൻഡ് ചെയ്യും. പക്ഷേ ന്യായം കൂടെ ഒരുത്തം നിൽക്കുന്നവന്റെ കൂടെ ഉണ്ടായിട്ട് അവനെതിരെ പരാതിയില്ല ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം കോൺഗ്രസ് എടുത്തത്, ശ്രീ സണ്ണി ജോസഫ് അടക്കം എടുത്തത് വളരെ സ്വാഗതാർഹമായ നിലപാടാണ്, വളരെ പോസിറ്റീവായ നിലപാടാണ്. ഇത് സാമൂഹിക മാധ്യമങ്ങളുടെയും കൂടെ വിജയമാണ്, നിങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയമാണ്, നമ്മുടെ വിജയമാണ്, ഷാഫി പറമ്പലിന്റെ വിജയമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയമാണ്, ഓരോ ആണിന്റെയും വിജയമാണ്. ഈ ഫെമിനാസികളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആണുങ്ങൾ ഞങ്ങൾ അനാഥരാണ്, ലീഗലി അനാഥരാണ്, പൊളിറ്റിക്കലി അനാഥരാണ്, ഞങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാറില്ല. അതുകൊണ്ട് ആണുങ്ങൾ ഞങ്ങൾ അനാഥരാണ്, എന്നാൽ മണ്ടന്മാരല്ല. അതുകൊണ്ട് തിരിച്ചടി എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചോണം. ആ തിരിച്ചടി അതിശക്തമായിട്ട് ഉണ്ടാകും. ഈ രീതിയിൽ ശക്തിയുക്തം പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. കേസ് നിങ്ങൾ എടുത്തോ, ഞാൻ നോക്കിക്കോളാം.